ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇന്ന് 9th സ്റ്റാൻഡേർഡിലെ 5th ചാപ്റ്ററായ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇറാഷണൽ നമ്പേഴ്സ് എന്തായിരുന്നു എന്ന് നമ്മളൊരു ചാപ്റ്ററിൽ ന്യൂ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു അല്ലേ. എന്തായിരുന്നു ന്യൂ നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചത്? √2, √3 തുടങ്ങിയ നമ്പേഴ്സും അതിന്റെ വാല്യൂസുമാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ആ റൂട്ട് വാല്യൂസ് നമുക്ക് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, അതുപോലെ ഡിവിഷൻ ചെയ്യാം എന്നൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. ഈ രണ്ട് കൺസെപ്റ്റ് മാത്രം ഓർത്ത് വെച്ചാൽ മതി: ഇറാഷണൽ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷനും ഇറാഷണൽ നമ്പേഴ്സിന്റെ ഡിവിഷനും. അപ്പൊ ഈ രണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും നമ്മൾ ജോമെട്രിക്കലി നമുക്കത് എങ്ങനെ പറയാം, അതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഒന്നുകൂടി ഇറാഷണൽ നമ്പേഴ്സ് എന്തായിരുന്നു നോക്കാം. അതിനു മുമ്പ് രണ്ട് ടൈപ്പ് നമ്പേഴ്സ് ഉണ്ട്: ഇറാഷണൽ നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സും. ഈ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരുന്നു? റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മള് P/Q ഫോമുല എഴുതാൻ പറ്റണം. അതായത് ഈ P/Q ഫോമുല എഴുതണം. Q ≠ 0 ആയിരിക്കണം. ഇതിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ റാഷണൽ നമ്പേഴ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചാല്, ഇപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? 1, 2, 3 എക്സെട്ര. ഈ 1, 2, 3ന്റെ കൂടെ ഒരു 0 ആഡ് ചെയ്താൽ എന്താവും? അത് ഹോൾ നമ്പേഴ്സ് ആവും അല്ലെ. നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ 0 ആഡ് ചെയ്താൽ അത് ഹോൾ നമ്പേഴ്സ് ആവും. ഇനി ഇതിന്റെ കൂടെ മൈനസും കൂടെ ആഡ് ചെയ്താൽ എന്താവും? അത് ഇന്റീജേഴ്സ് ആകും. ഈ നമ്പേഴ്സ് ഒക്കെയാണ് എന്ത്? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് എന്ത് എഴുതാം? P/Q ഫോമുല എഴുതാൻ പറ്റും. അതായത് ഇപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2/1, 3/2 ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുന്നതിനാണ് എന്ത് പറയുന്നത്? റാഷണൽ നമ്പേഴ്സ്. ഇനി ഈ ഒരു ഫോമുല എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ് ആണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ വരും? √2, √3, √5, √7, √11 എക്സെട്ര ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ്. കൂടാതെ പൈയൊക്കെ ഈ ഇറാഷണൽ നമ്പേഴ്സിൽ വരും. ഈ ഇറാഷണൽ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ പറയുമ്പോൾ നമുക്ക് √3ന്റെയും √2ന്റെയും ഒക്കെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ √3ന്റെയും √2ന്റെയും വാല്യൂ ഒന്നും എടുക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഞാനിവിടെ √3 × 2 ചെയ്യാം. √3 × 2 എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ മാറ്റി എഴുതാം. 2 × √3. അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2√3 അങ്ങനെ എഴുതാൻ പറ്റും. ഇനി നമുക്ക് √3 × √2 ചെയ്യണ്ടേ വിചാരിക്കാം. ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ √3 × √2നെ നമുക്ക് കോമൺ ആയിട്ട് എഴുതാം. അതായത് റൂട്ട് കോമൺ ആയിട്ട് എഴുതാം. അപ്പൊ എങ്ങനെ വരും? 3 × 2. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? √6. അതുപോലെ റൂട്ടിന്റെ വാല്യൂസ് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. എങ്ങനെയായിരുന്നു റൂട്ട് വാല്യൂസ് കണ്ടുപിടിക്കുക? 1 × 1 എത്രയാണ്? 1. അപ്പൊ √1 എത്രയായിരിക്കും? 1 ആയിരിക്കും. 2 × 2 എന്ന് പറയുന്നത് 4 ആണ്. സോ √4 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഇനി 3 × 3 എത്രയാണ്? 9 ആണ്. അപ്പൊ √9 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അപ്പൊ നമുക്ക് ഇതേപോലെ കുറച്ച് റൂട്ട് വാല്യൂസ് പറയാം അല്ലെ. ഇങ്ങനെ പോയാല് 10 × 10 എത്രയാണ്? 100 ആണ്. അപ്പൊ നമുക്ക് √100ന്റെ വാല്യൂ എത്രയായിരിക്കും? 10 ആയിരിക്കും. ഇതൊക്കെ നമ്മൾ ആ ന്യൂ നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിരുന്നു അല്ലെ. നമുക്ക് ഇതൊക്കെ വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിവിടെ √4 × √25 എടുക്കുക. നമ്മൾ ഈ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? √4 × √25നെ നമുക്ക് റൂട്ടിനെ എന്താക്കാം? കോമൺ ആയിട്ട് എഴുതാം. അപ്പൊ എങ്ങനെ വരും? 4 × 25. 4 × 25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100. അതിന് നമുക്ക് എന്താക്കാം? 10 ആക്കാം. ഇനി അത് കൂടാതെ ഇപ്പൊ ഇവിടെ √4 × √25. അപ്പൊ ഞാൻ റൂട്ട് കോമൺ ആയിട്ട് എടുത്തു. അല്ലാതെ നമുക്ക് ചെയ്യാലോ. √4ന്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. 2 × ഇനി √25ന്റെ വാല്യൂ എത്രയാണ്? 5 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 × 5 10. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അത് ചെയ്യാൻ പറ്റും. ഇനി ഞാനിവിടെ ഒരു ഫ്രാക്ഷൻ എടുക്കുകയാണ്. 1/4 × √9/25.
1/4 ഇൻറ്റു റൂട്ട് 9/25. ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഈ റൂട്ടിനെ കോമൺ ആക്കാം. അപ്പൊ അതെങ്ങനെ വരും? 1/4 ഇൻറ്റു 9/25. 1 ഇൻറ്റു 9 എത്രയാണ്? റൂട്ട് 9 ഡിവൈഡ് ബൈ 25 ഇൻറ്റു 4 എന്ന് പറയുന്നത് എത്ര വരും? 100 വരും. ഇസ് ഈക്വൽ ടു, അപ്പൊ ഇവിടെ നോക്കുക, ഇപ്പൊ റൂട്ട് ഓഫ് 9/100 ആണ്. അപ്പൊ നമ്മളിപ്പോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത പോലെ ഇവിടെ ഡിവിഷൻ വന്നിട്ടുണ്ട് അല്ലെ. ഡിവിഷനെ നമുക്ക് സ്പ്ലിറ്റ് ആക്കാം. ഈ ഒരു കേസ് നമ്മൾ ഡിവിഷന്റെ കേസിലും പറയുന്നുണ്ട്, ഞാനിപ്പോ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇവിടെയും സ്പ്ലിറ്റ് ആക്കാന്ന് പറയുമ്പോൾ എങ്ങനെ വരും? റൂട്ട് 9 ഡിവൈഡ് ബൈ റൂട്ട് 100 ചെയ്യാം. ഇങ്ങനെ കോമൺ ആയിട്ട് റൂട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, അത് സ്പ്ലിറ്റ് ചെയ്യാം. അത് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാം, ഡിവിഷൻ ആണെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാം. ഡിവിഷന്റെ കേസ് നമ്മൾ ഇനിയും പറയുന്നുണ്ട്. അപ്പം ഇതേപോലെ, അതായത് റൂട്ട് 9 ബൈ റൂട്ട് 100, ഇങ്ങനെ രണ്ട് സൈഡിലും റൂട്ട് അത് നമുക്ക് എന്താക്കി എഴുതാം? കോമൺ ആക്കി എഴുതാം. ഇവിടെ നമുക്ക് എന്ത് വരും? റൂട്ട് 9 എന്ന് പറയുന്നത് 3 വരും. 3 ബൈ റൂട്ട് 100 എന്ന് പറയുന്നത് 10. ഇതായിരിക്കും അതിന്റെ ആൻസർ. അപ്പൊ നമുക്ക് എന്താക്കാം, ഈ റൂട്ട് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അത് എന്താക്കാം, ഒന്നല്ലെങ്കിൽ കോമൺ റൂട്ടായിട്ട് എഴുതാം. ഇനി കോമൺ റൂട്ടാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പൊ രണ്ടിന്റെ ആൻസർ എപ്പോഴും എന്തായിരിക്കും? ഒന്നായിരിക്കും. അതായത് നമുക്ക് ഫസ്റ്റ് പറയുന്ന കൺസെപ്റ്റ് ഇതാണ്. ഫോർ ഓൾ പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ, നമ്മൾ എക്സ് വൈ എന്നുള്ളൊരു പോസിറ്റീവ് നമ്പേഴ്സ് എടുത്താല് അത് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു വൈ എന്ന് ആയിരിക്കും. അതായത് റൂട്ട് എക്സിന്റെയും റൂട്ട് വൈന്റെയും പ്രോഡക്റ്റ് കാണുന്നതിന് പകരം എക്സിന്റെയും വൈന്റെയും പ്രോഡക്റ്റ് കണ്ടിട്ട് റൂട്ട് കണ്ടാലും സെയിം ആൻസർ ആയിരിക്കും. അതാണ് പറയുന്നത്. അതായത് നമുക്ക് രണ്ട് റൂട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടും അത് കോമൺ ആയിട്ടും തന്നാല് അതിന്റെ രണ്ടിന്റെയും ആൻസർ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത്രയും ഓർത്ത് വെക്കുക. ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് തന്നെ നമുക്ക് കോമൺ ആയിട്ട് എഴുതാം. ഇനി കോമൺ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ആയിട്ട് വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ജോമെട്രിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഇനി നമുക്ക് എന്താക്കാം, ഇതേപോലെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സാധാ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാനും പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ജോമെട്രിക്കൽ ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ കാണാനാണ്. ഇപ്പൊ ഒരു പെരിമീറ്റർ കാണുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 സൈഡും ആഡ് ചെയ്യുന്നതാണ് അല്ലെ. നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു സൈഡ് നമുക്കിപ്പോ എ ആണെങ്കിൽ എങ്ങനെ എഴുതാം? എ പ്ലസ് എ പ്ലസ് എ പ്ലസ് എ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 4 എ ആണ്. അപ്പൊ എന്ത് ചെയ്യാം? 4a. 4 ഇൻറ്റു എ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് ഈ സ്ക്വയറിന്റെ സൈഡ് ഒന്നും തന്നിട്ടില്ല. അതായത് നമുക്ക് ഈ എ എത്രയാന്ന് ഇവിടെ നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് അത് ആദ്യം കണ്ടുപിടിക്കണം. പക്ഷെ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതിന്റെ ബേസും തന്നിട്ടുണ്ട്, ഓൾജിറ്റ്യൂഡും തന്നിട്ടുണ്ട്. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ. ബൈ യൂസിങ് പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് എങ്ങനെ വരും? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ബേസ് എത്രയാണ്? ബേസ് 1 മീറ്റർ ആണ്. അതുപോലെ ഓൾട്ടിറ്റ്യൂഡ് എന്താണ്? 1 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് 2. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 2 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും വരിക? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് സ്ക്വയർ റൈറ്റ് സൈഡിലേക്ക് എന്താവും? അത് സ്ക്വയർ റൂട്ട് ആവും. സോ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 2 എന്ന് കിട്ടും. അതായത് ഈ ഒരു ഹൈപ്പോട്ടന്യൂസ് എത്ര കിട്ടി? റൂട്ട് 2 ആണെന്ന് കിട്ടി. ഓൾറെഡി ഇത് സ്ക്വയർ ആയതുകൊണ്ട് ഈ വശങ്ങളും എന്ത് തന്നെയായിരിക്കും? അതും റൂട്ട് 2 തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പെരിമീറ്റർ കണ്ടുപിടിക്കാലോ. യെസ്, പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? പെരിമീറ്റർ നമുക്കറിയാം 4 സൈഡും ആഡ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരു സൈഡും കൊണ്ട് 4 ഗുണിക്കുന്നതാണ്. അപ്പൊ നമുക്കറിയാം 4a ആണ്. നമുക്ക് എങ്ങനെ കിട്ടും? എയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? റൂട്ട് 2 എന്ന് കിട്ടി അല്ലേ. അപ്പൊ എന്ത് വരും? 4 ഇൻറ്റു റൂട്ട് 2. ഇനി ഇത് നമുക്ക് എങ്ങനെ എഴുതാം? നേരത്തെ പോലെ 4 റൂട്ട് 2 എന്ന് എഴുതാം. അതല്ലാതെ
റൂട്ട് 2ന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാലോ. എത്രയാണ്? 4 × 1.414 ആണല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാലോ. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഒരു ഡെസിമൽ ഉണ്ടല്ലോ. നമ്മൾ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഡെസിമൽ ഇല്ലാത്ത രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇപ്പം 1.414 ആണ്. നമ്മൾ അത് എന്താക്കി തന്നെ എടുക്കും? 1414 ആക്കി എടുക്കും. ഇൻറ്റു ഈ 4 ചെയ്യും. എങ്ങനെ വരും? 4 × 4 16, റിമൈനിങ് 1 × 4 4 + 1 5, 4 × 4 16, റിമൈനിങ് 1 × 4 4 + 1 5. നമുക്ക് എങ്ങനെ കിട്ടും? 5656 എന്നുള്ളൊരു ഇൻഡിജർ കിട്ടും അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇവിടെ അത് എഴുതുകയാണ് 5 6 5 6. നോക്കുക, ഇവിടെ ഒരു ഡെസിമൽ ഉണ്ടല്ലോ. ആ ഡെസിമൽ ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ട് നോക്കുക. എത്ര നമ്പേഴ്സ് ഉണ്ട്? 3 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ലെഫ്റ്റ് സൈഡിന്ന് 3 നമ്പേഴ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ ഡെസിമൽ പോയിന്റ് ഇടുക. അപ്പൊ നമുക്ക് എങ്ങനെ ആൻസർ കിട്ടും? 5.656. അപ്പൊ ഇവിടത്തെ ആൻസർ എത്രയായിരിക്കും? അല്ലെങ്കിൽ സ്ക്വയറിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും? 5.656. അങ്ങനെയാണെങ്കിൽ നമുക്ക് പേജ് നമ്പർ 84 വേറൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഇത് രണ്ടും ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പൊ ആ ട്രയാങ്കിൾ മുറിച്ചിട്ട് നമ്മൾ എന്താക്കിയിട്ടുണ്ട്? ഒരു റെക്ടാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ റെക്ടാങ്കിളിന്റെ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ലെങ്ത് തന്നിട്ടുണ്ട്. ഇവിടെ 2 മീറ്റർ ആണ്, ഇവിടെയും 2 മീറ്റർ ആണ്. ഇത് രണ്ടും സെയിം ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതുപോലെ ഇവിടെ എന്താണ്? ഇവിടെയും 2 മീറ്റർ ആണ്, ഇതും 2 മീറ്റർ ആണ്. ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഈ കറക്റ്റ് കോർണറിൽ നിന്ന് താഴേക്ക് ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇത് കട്ട് ചെയ്യുമ്പോൾ ഈ ബേസിനെ എന്താക്കും? കറക്റ്റ് ഹാഫ് ആയിട്ടായിരിക്കും കട്ട് ചെയ്യുക. അപ്പൊ ഇവിടെയുള്ള ലെങ്ത് എത്ര? ഇത് 2 മീറ്റർ ആണ്, ഇവിടെ 1 മീറ്റർ ആയിരിക്കും, ഇവിടെയും 1 മീറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ എന്തായിരിക്കും? ഇതും 1 മീറ്റർ ആയിരിക്കും, ഇവിടെയും 1 മീറ്റർ ആയിരിക്കും. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ കാണാനാണ്. അപ്പൊ ഈ ഒരു 2 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ യൂസ് ചെയ്തിട്ടാണ് ഈ റെക്ടാങ്കിൾ ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് ഈ ഒരു ഭാഗത്ത്. അപ്പൊ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി വേറൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടല്ലോ. ഇവിടെ നോക്കുക, ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഈ ഒരു ഭാഗം എടുത്തിട്ട് ഇവിടെ എന്താക്കിയിട്ടുണ്ട്? തിരിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ട്രയാങ്കിൾ ആണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ ഹൈപ്പോട്ടന്യൂസ് വന്നിരിക്കുന്നത് ഇവിടെയാണ്. അതുപോലെ ഓൾട്ടിറ്റ്യൂഡ് ഇവിടെയാണ്, ഇതാണ് ബേസ്. ഇവിടെ നമുക്ക് എത്രയാണ്? ഇത് 90 ഡിഗ്രി ആണ്. അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള കേസിലും ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഈ ഒരു പോർഷൻ തിരിച്ചു വെച്ചിരിക്കുകയാണ്. അതായത് ഹൈപ്പോട്ടന്യൂസ് ഇവിടെ, ഓൾട്ടിറ്റ്യൂഡ് ഇവിടെ, ഇവിടെയാണ് 90 ഡിഗ്രി വരുന്നത്. നമുക്കറിയാം ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലേ, അല്ലെങ്കിൽ നീളം ഇൻറ്റു വീതിയാണ്. ഇവിടെ നോക്കുക, ഇത് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ പോർഷൻ ആണല്ലോ. ഇത് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു പോർഷനാണ്. അപ്പൊ ഇവിടെ നമുക്ക് എത്ര വരും? ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ആണ്, ഇവിടെ 2 മീറ്റർ വരും. പക്ഷെ ഇവിടെയുള്ള ലെങ്ത് നമുക്കറിയോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ ഒരു ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് L ഈക്വൽ ടു 2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ ബി കണ്ടുപിടിക്കണം. അപ്പൊ ഈ ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് 1 മീറ്റർ ആണെന്നറിയാലോ. അതുപോലെ ഇവിടെ എന്താണ്? 1 മീറ്റർ ആയിരിക്കും. അതുപോലെ ഇത് ഈ ഒരു ഭാഗമാണല്ലേ. അപ്പൊ ഇവിടെ എത്രയാണ്? 2 മീറ്റർ ആണ്. അതായത് ഇവിടെ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഇതും 2 മീറ്റർ ആണ്. അപ്പൊ ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ഈ ഒരു പോർഷൻ നമുക്ക് കണ്ടുപിടിക്കാലോ. ഇത് റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്, ഇത് റൈറ്റ് ട്രയാങ്കിളിന്റെ ബേസ് ആണ്. നമുക്ക് ഇവിടെയുള്ള, അതായത് ഈ ഓൾട്ടിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ. എന്തായിരുന്നു? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ആണ് അല്ലേ. ഇനി ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്?
2 ആണ്. സോ 2 സ്ക്വയർ മൈനസ് ബേസ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 സ്ക്വയർ ദാറ്റ് ഈസ് 4 മൈനസ് 1 3 എന്ന് വരും. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ നമുക്ക് എത്ര കിട്ടി? 3 എന്ന് കിട്ടി. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് എത്രയായിരിക്കും? സ്ക്വയർ റൈറ്റ് സൈഡിലേക്ക് പോയാൽ റൂട്ടാവും, സ്ക്വയർ റൂട്ടാവും. സോ റൂട്ട് 3 എന്ന് വരും. അതായത് ഈ ഒരു ലെങ്ത് നമുക്ക് എത്ര കിട്ടി? റൂട്ട് 3 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഇത് നമ്മൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ മുറിച്ചിട്ട് തിരിച്ചു വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബേസ് അറിയാം, ഈ ഹൈപ്പോട്ടന്യൂസ് അറിയാം. അപ്പോൾ ഈ ഒരു ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? പൈതഗോറസ് തിയറം യൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു ഓൾട്ടിറ്റ്യൂഡ് എത്ര കിട്ടി? റൂട്ട് 3 എന്ന് കിട്ടി. ഈ ഓൾട്ടിറ്റ്യൂഡല്ലേ ഇവിടുത്തെ ബ്രെഡ്ത്ത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബി ഈക്വൽ ടു റൂട്ട് 3 എന്നും കിട്ടി. അങ്ങനെയാണ് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാലോ. ഏരിയ ഈക്വൽ ടു എന്ത് വരും? 2 ഇൻറ്റു റൂട്ട് 3 എന്ന് വരും. ഇനി റൂട്ട് 3യുടെ വാല്യൂ നമുക്കറിയാലോ, എത്രയാണ്? 1.732 ആണ് അല്ലേ? അപ്പൊ 2 ഇൻറ്റു 1.732 എന്ന് വരും. ഇത് നമുക്കിനി മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. ഇനി എങ്ങനെ ചെയ്യാം? 1.732 ഇൻറ്റു 2 ചെയ്യാം. 2 ഇൻറ്റു 2 4, 3 ഇൻറ്റു 2 6, 7 ഇൻറ്റു 2 എത്രയാണ്? 14. സോ റിമൈനിങ് 1 ഇൻറ്റു 2 2, 2 പ്ലസ് 1 3. അപ്പോൾ ഈ 3 നമ്പേഴ്സിൻ്റെ ഇപ്പുറത്തൊരു ഡെസിമൽ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 3 നമ്പേഴ്സിൻ്റെ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ ഡെസിമൽ പോയിന്റ് ഇടാം. നമുക്കിവിടെ എത്ര കിട്ടും? 3.464 മീറ്ററിലായോണ്ട് മീറ്റർ സ്ക്വയർ. അതായത് ഈ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ എത്രയായിരിക്കും? 3.464 മീറ്റർ സ്ക്വയർ. ഇവിടെ നമ്മൾ എന്താണ് ചെയ്തതെന്ന് മാത്രം ഓർത്ത് വെക്കുക. നമുക്ക് 2 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ മുറിച്ചിട്ട് തന്നു. അത് വെച്ചിട്ട് എന്താക്കി? ഒരു റെക്ടാങ്കിൾ ഉണ്ടാക്കി. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അങ്ങനെ വെച്ചു. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഈ ഒരു ഭാഗം എന്താക്കി? ഇവിടെ ഇങ്ങനെ തിരിച്ചു വെച്ചു. അതുപോലെ ഈ ഒരു ഭാഗം ഇവിടെയും തിരിച്ചു വെച്ചു. അപ്പൊ നമുക്ക് ഇവിടെ താഴത്തെ ലെങ്ത് കിട്ടി 2 മീറ്റർ. നമുക്ക് ബ്രെഡ്ത്ത് കാണണമായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ഹൈപ്പോട്ടന്യൂസും ഉണ്ട്, ബേസും ഉണ്ട്. അതായത് ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ഇവിടെ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്, ബേസിന്റെ പകുതിയാണ്. സോ ഇവിടെ എത്രയായിരിക്കും? 1 മീറ്റർ. ഇത് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇവിടെ 2 മീറ്റർ. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗമാണ് അവിടെ ഉള്ളത്. അപ്പൊ ഈ ഒരു ലെങ്ത് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? പൈതഗോറസ് തിയറം യൂസ് ചെയ്തു. അപ്പൊ നമുക്ക് ഈ ഒരു ലെങ്ത് എത്ര കിട്ടി? ഇത് റൂട്ട് 3 എന്ന് കിട്ടി. അതുപോലെ അപ്പൊ ഇവിടെ എത്രയായിരിക്കും? റൂട്ട് 3 ആയിരിക്കും. അപ്പൊ നമുക്ക് ഏരിയ എന്ത് വന്നു? L ഇൻറ്റു ബി ആണ്. സോ 2 ഇൻറ്റു റൂട്ട് 3 ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 3.464 കിട്ടി. ഇനി തന്നിരിക്കുന്ന അളവ് മീറ്ററിലായോണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? മീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. ഇനി നമ്മളിവിടെ ചെറിയൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. നമുക്ക് ഒരു റൂട്ട് നമ്പർ എടുക്കാം. റൂട്ട് ഒരു 80. ഈ റൂട്ട് 80നെ നാച്ചുറൽ നമ്പറിലേക്ക് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പറിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ റൂട്ട് 80നെ നമുക്ക് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ? അതായത് 18 എന്ന ആൻസർ ഏതെങ്കിലും 2 നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് 18 ആവുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടോ? 9 ഇൻറ്റു 2 ഉണ്ടല്ലേ. നമുക്ക് 18 റൂട്ട് 9 ഇൻറ്റു 2 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് 2 പ്രോഡക്റ്റിന്റെ കോമൺ ആയിട്ടല്ലേ സ്ക്വയർ റൂട്ട് ഉള്ളത്. അത് സ്പ്ലിറ്റ് ചെയ്യാലോ. അപ്പൊ എങ്ങനെ വരും? റൂട്ട് 9 ഇൻറ്റു റൂട്ട് 2 എന്ന് വരും. ഇനി റൂട്ട് 9ന്റെ വാല്യൂ എത്രയാണ്? 3 ആണല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു റൂട്ട് 2. അപ്പൊ അതെങ്ങനെ വരും? 3 റൂട്ട് 2. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും നമ്പർ തന്നെ നമുക്ക് അത് എന്താക്കാൻ പറ്റും? കുറച്ചുകൂടെ ഒന്ന് നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക.